വാട്ടർ അതോറിറ്റിയിലത്തെ ഒരു എയിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കാരണം ഇത് പിന്നെ എല്ലാവരും ഹൈക്കോടതിയിലേക്ക് വരെ പോകാനും സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിനെ പറ്റി എനിക്ക് കാണുന്നത് അവർ വളരെ പാഷനായിട്ടാണ് ഇതിനെല്ലാം കാണുന്നത്. നമ്മളെ ആ ഒരു പഴഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വളരെ കോൺഫിഡൻ്റ് ആണ്. ചിലരെങ്കിലും എന്നോട് പറയാറുണ്ട് 3 വർഷമായിട്ട് പഠിച്ചു, പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല, അപ്പം ഡീമോട്ടിവേറ്റഡ് ആവുകയാണ്. സാർ ഒരുപാട് ലൈഫിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ട ഒരാളാണ്. അപ്പോൾ എങ്ങനെ സെറ്റ് ബാക്കുകളെ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ഈ കുട്ടികളോട്, ഈ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളോട് സാറിൻ്റെ ഒരു മെസ്സേജ് എന്താണ്? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസ് അക്കാഡമി. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ. ഫോർമർ ചീഫ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി ശ്രീ നാരായണൻ നമ്പൂതിരി സാറാണ്. സർ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു അനൂപ്. വളരെ ഒരു 10 ദിവസം മുമ്പേ ഞാൻ നെറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നമ്മുടെ അമീസ് അക്കാദമി ഫോർ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ അനൂപിനെ എനിക്ക് ഫോണിൽ കിട്ടിയത്. കാരണം ഞാൻ ഈ മേഖലയിലുള്ള ലീഡേഴ്സിനെ സെർച്ച് ചെയ്യുമായിരുന്നു നെറ്റിൽ. അങ്ങനെ അപൂർവമായിട്ട് നമ്മൾ ഇങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞ മാതിരി ഞാൻ അമീസ് എൻ്റെ ഫോൺ നമ്പർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിൽ നിന്ന് അപ്പം തന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ പിന്നെ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ വളരെ പ്ലീസിങ് ആയിട്ടുള്ളൊരു സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റി. അതിനുശേഷം ഓരോ ദിവസവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് അനൂപ് പറയുകയും ഇന്ന് നമ്മളിവിടെ എത്തപ്പെടാനും കാരണം. സോ ഫ്രണ്ട്സ്, നമ്മൾ ആക്ച്വലി സാറിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കേരള വാട്ടർ അതോറിറ്റി ഇപ്പോൾ എയുടെ എക്സാം വരാൻ പോവുകയാണ്. അതുപോലെ ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ സാറിനോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് അറിയാനുണ്ട്. സർ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് സാറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സാറിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. എൻ്റെ പേര് നാരായണൻ നമ്പൂതിരി. ഞാൻ വാട്ടർ അതോറിറ്റി സദേൺ റീജിയൻ്റെ ചീഫ് എഞ്ചിനീയറായിട്ട് കഴിഞ്ഞ വർഷം 2025 മെയ് 31 റിട്ടയർഡായി. അതിന് മുമ്പേ തന്നെ ഞാൻ സർവീസിൽ കയറി ആദ്യം മുതൽക്ക് പറയുകയാണെങ്കിൽ ഞാൻ ബിടെക് ബി സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് ടെക്നോളജി കോയമ്പത്തൂരിൽ നിന്നാണ്. അതിനുശേഷം ഞാൻ IITന്ന് എംടെക് എൻവയറമെൻറ്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ എടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ PMP USA ഒരു PMP സർട്ടിഫിക്കേഷൻ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പുറമെ ഞാൻ ഇതേമാതിരി ഇന്നേ ദിവസം വരെ ഞാൻ ഈ മേഖലകളിലുള്ള പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയറാണ്. സാറിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എനിക്ക് വാട്ടർ അതോറിറ്റിയിൽ 28 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ 3 വർഷം ഗൾഫ് പോയിട്ട് അവിടെ ഖത്തറിൽ എനിക്കൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ 31 വർഷത്തോളം സിവിൽ എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ സർ. സർ, അപ്പം നമ്മുടെ സ്റ്റുഡൻസ് മിക്കുള്ള ഒരു എയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ അവർക്ക് ആദ്യം അറിയേണ്ടത് ഒരു ഡെയിലി ലൈഫ്, ഒരു എയുടെ കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എയുടെ ഒരു സാധാരണ ഒരു ലൈഫ് എങ്ങനെയാണ്? ഓഫീസ് ജോബാണോ, അതോ ഫീൽഡ് വർക്കാണോ, അതോ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ജോബാണോ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോൾ? കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ 3 4 മേഖലകളിൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫീൽഡിൽ, അതായത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് ഓരോ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലൊക്കെ ജലവിതരണത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പോസ്റ്റ് അവർക്കുള്ളത് ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ വിങ് പണ്ട് IPD എന്നാണ്, ഇപ്പോൾ പ്രോജക്റ്റ് ഫോർമുലേഷൻ വിങ് ഒക്കെയാണ്. അതിൽ എഞ്ചിനീയറുടെ റോളുണ്ട്. പിന്നെ ലബോറട്ടറികളിൽ എഞ്ചിനീയറുടെ റോളുണ്ട്. പിന്നെ അതുകൂടാതെ ഓഫീസുകളിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിൽ അവിടുത്തെ ചീഫ് എഞ്ചിനീയറുടെയൊക്കെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റുമാരുള്ള പോസ്റ്റുകളിലും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തന്നെയാണ്. AXE ആകുമ്പോഴത്തേക്കാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നൊക്കെ പറയും. എന്തായാലും അവർ ഓഫീസുകളിൽ എഞ്ചിനീയേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതുണ്ട്. അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വാട്ടർ സപ്ലൈയിലുണ്ട്, വേസ്റ്റ് വാട്ടറിൽ ഇതുണ്ട്, അങ്ങനെ പല സബ്ബായിട്ടും ട്രീറ്റ്മെൻറ്റ് പ്ലാനുകളിലുണ്ട്. അങ്ങനെ പല മേഖലകളിൽ വിത്തിൻ ദി ഫീൽഡ് വർക്കിലും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ നമ്മൾ തരംതിരിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാക്കിയുള്ള PWD മാതിരിയുള്ള ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ ഡ്യൂട്ടി നമുക്ക് ഒരിക്കലും പെട്ടെന്ന് തന്നെ നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു പൈപ്പ് ലൈനിൻ്റെ ലീക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്കൊരു വെളി വരുന്നത് ഒരു സ്ഥലത്ത് പൈപ്പ് ലൈൻ പൊട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ അസിസ്റ്റൻറ്റിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും അത് പിന്നെ
പിന്നെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഉടനെ ആ പൈപ്പ് പൊട്ടിയ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഈ പൈപ്പ് പൊട്ടിയ സ്ഥലത്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു കോൺട്രാക്ടറുടെ ബില്ല് കൊടുത്ത് പെൻഡിങ് ആണ്, നിങ്ങളുടെ പേരിൽ നടപടി എടുക്കുന്നു പറഞ്ഞിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് അവിടെ മേലുദ്യോഗസ്ഥനോട് നമ്മൾ വിളിച്ച് പറഞ്ഞ് ഞാൻ ഇതേമാതിരി അർജൻറ്റായിട്ടൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ, ഇന്ന് അത് തരാൻ പറ്റില്ല, നാളെ ഞാനത് കൊടുത്തിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിളി അതോടുകൂടി നിൽക്കും. കാരണം വെച്ചാൽ അവരെല്ലാവരും വാട്ടർ അതോറിറ്റിയുടെ ഫീൽഡിലുള്ള ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ ചുമതലകളെ പറ്റിയിട്ടും അതിൻ്റെ പിന്നെ പ്രാധാന്യത്തിനെ പറ്റി അറിയുന്നവരാണ് വാട്ടർ അതോറിറ്റിയിലുള്ളവരും. പിന്നെ പൊളിറ്റീഷ്യൻസ് ഒരു പരിധി വരെ അവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതേ. അപ്പോൾ ഒരു ബേസിക്കലി ഒരു എഞ്ചിനീയർ പ്ലസ് ഒരു മാനേജർ അല്ലേ, ഒരു സിറ്റുവേഷൻ മാനേജറാണ് ഒരു അല്ലേ, ക്രൈസിസ് മാനേജറാണ്. അപ്പോൾ അതൊരു ഇടയ്ക്കിടയ്ക്ക് എല്ലാ പ്രോബ്ലം വന്നാലും അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ഈവൻ നമ്മുടെ പടിയിൽ ഓവർസിയർമാരുണ്ട്, അവരെ കറക്റ്റായിട്ട് ഡെലിഗേറ്റ് ചെയ്യുക. അങ്ങനെ ഇഷ്യൂ സാറ് പറഞ്ഞ പോലെ ഒരു ക്രൈസിസ് മാനേജറാണ് ഒരു എ എന്ന് പറഞ്ഞാൽ. അപ്പം നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറ് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ട് കേരള വാട്ടർ അതോറിറ്റി തന്നെ. അപ്പം സാറിന് ഇതുവരെ ഹാൻഡിൽ ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സാറിന് ഓർമ്മയുള്ളൂ, ഒരുപാട് കാണും, എന്നാലും സാറിന് ഇപ്പോൾ ഓർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രൊജക്റ്റുകൾ കേരള വാട്ടർ അതോറിറ്റി ഏതൊക്കെയുണ്ട്? വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ മാനേജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ അവസാനമായിട്ട് ചീഫ് എഞ്ചിനീയറായിട്ട് ഞാൻ റിട്ടയർഡ് ആകുമ്പോൾ ഞാൻ ഏതാണ്ട് 3500 കോടി രൂപയോളം ഒരു പ്രോജക്റ്റിന് ഒരു 100 കോടിയോ അല്ലെങ്കിൽ 50 കോടിയൊക്കെ വരുന്ന നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു 3500-4000 കോടിയോളം രൂപയുടെ ടെക്നിക്കൽ സാങ്ഷൻ നേരിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ സമയത്ത് അതും വളരെ ഇതായിരിക്കും. അപ്പോൾ ഈ പ്രോജക്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, ഇപ്പോൾ ഓരോ മുനിസിപ്പാലിറ്റിയിലും നമുക്ക് ചിലപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാവും. ഓരോ 4 പഞ്ചായത്തുകൾക്കും നമുക്കൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാവും. കോർപ്പറേഷന് നമുക്ക് 1-2 ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ എല്ലാം ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്ന ചീഫ് എഞ്ചിനീയർ ഈ പ്രോജക്റ്റിന്റെ മുഴുവൻ കാര്യങ്ങളും ചീഫ് എഞ്ചിനീയർ പഠിക്കുന്നില്ല. പക്ഷേ ചീഫ് എഞ്ചിനീയർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻഡിവിജ്വൽ പ്രോജക്റ്റിനല്ല, ഒരുപാട് പ്രോജക്റ്റുകളുടെ ഒരു ഏരിയയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെന്നെങ്കിൽ മുട്ടത്തറ സ്വീറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഞാൻ AXC ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ 4 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കമ്മീഷൻ ചെയ്യുന്നത് ഞാൻ അവിടെ എത്തി 2013 സെപ്റ്റംബറിലാണ് അത് കമ്മീഷൻ ചെയ്യുന്നത്. ഈ പ്ലാന്റിനെ പറ്റിയിട്ട് പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഞാൻ IIT എന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഈ മുട്ടത്തറ പ്ലാന്റിലെ 4-5 വർഷം സേവനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ അവിടുത്തെ അത് ഒരു 25 മീറ്റർ മാറിയിട്ടുള്ള നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് നമ്മളെ ഡൈനിങ് ഹാളിൽ ഊണ് കഴിക്കുന്ന മാതിരി ഊണ് കഴിക്കാൻ പറ്റും. നമ്മൾ മന്ത്രിമാരൊക്കെ അവിടെ LSTDന്റെ മിനിസ്റ്റേഴ്സ് അവരൊക്കെ വന്നിട്ട് വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പണ്ടെങ്ങോ നമ്മളെ ആളുടെ തെറ്റിദ്ധാരണ ഇനിയും മാറിയിട്ടില്ല. നല്ല രീതിയിലുള്ള സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നമുക്ക് പിന്നെ നമ്മൾ ഡൈനിങ് റൂമിന്റെ തൊട്ടപ്പുറത്തായാലും നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ എഫക്ട് ചെയ്യില്ല. ഇപ്പോൾ സിംഗപ്പൂരും മറ്റ് കൺട്രീസിലൊക്കെ എനിക്ക് തോന്നുന്നു വലിയ വലിയ അപ്പാർട്ട്മെന്റിന്റെ അടിയിൽ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം സ്പേസും വേണ്ട, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും വേണ്ട. കാരണം വെച്ചാൽ അവരത് ഇത് ചെയ്യുന്നു. പക്ഷെ അത് മെയിൻറ്റെയിനിങ് ശരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ജൽജീവൻ മിഷൻ അതിൻ്റെ ഒരു പാർട്ടായിരുന്നു സാറ് ചെയ്തായിരുന്നു സാറിൻ്റെ ഇതിൻ്റെ ഇടയിൽ ജൽജീവൻ മിഷൻ ഒരു വലിയൊരു ടേൺ ഔട്ടാണ്. ഇന്ത്യയിലത്തെ ജലവിതരണ രംഗത്ത് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ജൽജീവൻ മിഷൻ എന്ന് ഓർക്കപ്പെടും. കാരണം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ ഈ ജൽജീവൻ മിഷൻ 2019 വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 3 കോടിയാണ് കണക്ഷൻ ഉണ്ടായിരുന്നതെങ്കിൽ ജൽജീവൻ മിഷൻ ഈ 3-4 വർഷം കൊണ്ട് അത് 15 കോടിയിലെത്തിക്കാൻ പറ്റി. 15 കോടി വീടുകൾ, 15 കോടി വീടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 60 കോടി പോപ്പുലേഷനിലെത്തി. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ 3 കോടിയാണെങ്കിൽ സ്വാതന്ത്ര്യം ഈ പിന്നെ വാട്ടർ സപ്ലൈ രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ഇത് വെച്ച് കാണാം. കാരണം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2019 എന്നുള്ള പ്രോജക്റ്റ് നമ്മൾ തുടങ്ങുന്നത് തന്നെ 2020 ഒരു വർഷം ഡിലേ ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഈ ഒരു വർഷം ഡിലേ ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ട് നമുക്ക് ഏതാണ്ട് അന്ന് 17 ലക്ഷം ഉള്ളതെങ്കിൽ ഇന്നിപ്പോൾ ഏതാണ്ട് 40 ലക്ഷം കണക്ഷൻ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ 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 സാറേ, അപ്പം ഇപ്പം ആക്ച്വലി നിലവിൽ കേരള വാട്ടർ അതോറിറ്റിയാണ് ടോപ്പിക്. കാരണം എയുടെ നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ എക്സാം വരാൻ പോകുന്നു. ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ ഇപ്പം അത് വന്നു കഴിഞ്ഞു. അപ്പം ആക്ച്വലി ഒരുപാട് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഇപ്പം നിലവിൽ കേരള വാട്ടർ അതോറിറ്റി എക്സാമിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ സാർ കേരള വാട്ടർ അതോറിറ്റി ഇപ്പോൾ പുറത്തു നോക്കുമ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്?
വാട്ടർ അതോറിറ്റി ശരിക്കും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെക്കാളും ഒരുപാട് കരിയർ ഡെവലപ്മെൻറ്റിന് പറ്റിയ ഒരു മേഖലയാണ്. ഒന്നാമത് നമ്മൾ ഈ റിക്രൂട്ട്മെൻ്റ് ഒന്ന് നോക്കുക. നിങ്ങളിപ്പം PSC AEയുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് മൾട്ടി ബ്രാഞ്ച് ആളുകൾ വിളിക്കുന്നുണ്ടോ? ഒരിക്കലും വിളിക്കുന്നില്ല. ഇപ്പം നമ്മൾ PWD എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ AE സിവിൽ എഞ്ചിനീയറിംഗ് അടിവരയിട്ട് പറയും. അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ AEനെ വിളിക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലാതെ വേറെ ആർക്കും അങ്ങോട്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഒരു മൾട്ടി ബ്രാഞ്ചിൻ്റെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് വേറെ ഗവൺമെന്റ് നിർബന്ധിതമായിരിക്കുകയാണ് ഈ കെമിക്കൽ എഞ്ചിനീയേഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും സിവിൽ എഞ്ചിനീയേഴ്സിനും വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇപ്പം മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈഡ്രോളിക് എഞ്ചിനീയറാണ്. ഈ ഹൈഡ്രോളിക് എഞ്ചിനീയർ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഈ 3 ബ്രാഞ്ചിനും കൈകാര്യം ചെയ്യാൻ പറ്റും. ഹൈഡ്രോളിക് എഞ്ചിനീയർ ആയിട്ടാണ് അവിടെ എടുക്കുന്നത്. ചില സ്ഥലത്ത് ഇതിപ്പം പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറാണ്. ഇനി എന്ത് പേരിൽ അറിയപ്പെട്ടാലും ഇവരുടെ എല്ലാവരും ചെയ്യുന്ന എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇനി നമ്മൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിത്തിൻ്റെ ഇതുണ്ട്. ഇപ്പം ചെറിയ STPകൾ, ഇപ്പം ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ STP ആണ്. അതായത് മിക്കവാറും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് മാത്രമേ ഉള്ളൂ. സിവിലിൻ്റെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി നമ്മളൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു പേപ്പർ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ കാർ ഇൻഡസ്ട്രീസിലോ അവിടെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ മിക്കവാറും കെമിക്കൽ എഞ്ചിനീയർ മാത്രമേ അഡാപ്റ്റ് ചെയ്യുള്ളൂ. കാരണം ബാക്കിയുള്ള ആളുകളുടെ ഡൊമിനേഷൻ കുറവാണ്. കാരണം വെച്ചാൽ അവർക്ക് അവിടെ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഇവരുടെ റോള് അവിടെ കൂടും. പക്ഷേ ഇത് പബ്ലിക് വേസ്റ്റ് വാട്ടറോ അല്ലെങ്കിൽ പബ്ലിക് വാട്ടർ സപ്ലൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ബ്രാഞ്ചിനെയും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. ഈ 3 ബ്രാഞ്ചുകാർക്കും ബേസ് ഉണ്ട്. ഈ ബേസ് വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അവരുടെ ബേസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലും ഫ്ലൂയിഡ് മെക്കാനിക്സിലും ഉള്ള ബേസ് വെച്ചിട്ട് അവർക്ക് മുന്നേറാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ 3 ബ്രാഞ്ചുകളെയും നമ്മൾ പിന്നെ ഇതിന് എല്ലാ ക്വാളിഫിക്കേഷനായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സാർ MTech പോസിബിലിറ്റീസ് ഇപ്പോൾ സാറും IIT എന്നാണ് MTech എടുത്തത്. അപ്പം ഇത് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു സാർ? അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി ഓരോ വർഷവും അവരുടെ എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ അവർ ഇത് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാട്ടർ അതോറിറ്റീൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് കൺസേൺഡ് CPHO എന്ന് പറയും. CPHO ആണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. ഈ CPHO കംപ്ലീറ്റ്, അതായത് അവിടുത്തെ സെലക്ഷൻ ഫീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റീഇംബേഴ്സ് ചെയ്യും. പക്ഷേ വാട്ടർ അതോറിറ്റി കൊടുക്കുന്നത് ഇവരുടെ സാലറി. വാട്ടർ അതോറിറ്റി ഫുൾ സാലറീഡ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള കാശും കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ IIT നിന്ന് MTech എടുക്കാൻ പറ്റിയതിൻ്റെ കാരണം ഞാൻ വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയറായിട്ട് സെർവ് ചെയ്യുന്നതുകൊണ്ടാണ്. വാട്ടർ അതോറിറ്റിയിലുള്ള ജീവനക്കാരനായതുകൊണ്ടാണ് മനസ്സിലായി എനിക്ക് പിന്നെ MTech IITയിൽ പോയി പഠിക്കാൻ പറ്റിയത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് പഠനം നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഇത് സാധ്യതകളാണ്. അന്ന് എന്ന് പറയുന്നത് 4 എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ 150 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഇപ്പം പല എഞ്ചിനീയറിംഗ് കോളേജിലും സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വാട്ടർ അതോറിറ്റിയിലത്തെ ഒരു കരിയർ നിങ്ങൾ വാട്ടർ അതോറിറ്റി എന്നുള്ളൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി വാട്ടർ അതോറിറ്റി, എനിക്ക് ലീവ് എടുത്ത് പിന്നെ ഗൾഫ് പോകാൻ പറ്റിയതും ഒരു കാരണം എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി ആയതുകൊണ്ടാണ്. ഈ പ്രൊഫഷനിലുള്ള ഒരുപാട് ആളുകൾ എല്ലാ മേഖലകളിലും വേൾഡിൻ്റെ എല്ലാ ഭാഗത്തും ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് AI ഇരയിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത്, ഇനി ഇപ്പോൾ ഒറാക്കിൾ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് 20,000 എഞ്ചിനീയേഴ്സിനെ അവർ പിരിച്ചുവിട്ടു. അപ്പോൾ ഇനിയുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെയും ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനെയൊക്കെ ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയേഴ്സാണ്. അല്ലെങ്കിൽ അവരെയും കൂടെ അവരുടെ സപ്പോർട്ട് സ്വീകരിച്ച് അവർക്കും കൂടെ കരിയറും ജോബും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സിവിൽ മെക്കാനിക്കൽ കെമിക്കൽ എഞ്ചിനീയേഴ്സ്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരുന്ന IoT നമ്മളിപ്പോൾ ഓട്ടോമൈസേഷനൊക്കെ ചെയ്തിരിക്കുന്ന ഒരു 5% മാത്രമാണ്. ഇപ്പോൾ പ്ലാന്റുകൾ ഇന്ത്യയിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പോലും 20-25% ഓട്ടോമൈസേഷൻ നടന്നില്ല. അപ്പോൾ ഈ ഓട്ടോമൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ആളുകളുടെ ജോബ് പോകുമെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ കാളവണ്ടി വരുമ്പോഴത്തേക്കും, കാളവണ്ടിയുള്ള സമയത്ത് ബസ്സുകൾ വരുമ്പോഴത്തേക്കും ഈ കാളവണ്ടിക്കാരുടെ ജോബ് പോകുമെന്ന് ചോദിക്കുന്ന മാതിരിയാണ്. കാരണം നമുക്ക് സൊസൈറ്റിക്ക് കിട്ടുന്ന സർവീസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ സൊസൈറ്റി മൊത്തത്തിൽ റിച്ച് ആവുകയാണ്. ഈ സൊസൈറ്റി മൊത്തത്തിൽ നമുക്ക് റിച്ച് ആകുമ്പോൾ ഇപ്പം ഇവരുടെ എംപ്ലോയ്മെൻ്റ് ഒക്കെ സൊസൈറ്റി റിച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും സപ്പോർട്ട്, ഇപ്പം പെൻഷൻ കൊടുക്കാനും എല്ലാം പറ്റുന്നത് നമ്മളെ സൊസൈറ്റി, അവിടെയുള്ള കോൺഫിഡൻസ്, അവിടെ ആളുകൾ. അപ്പോൾ നമുക്ക് വേൾഡാണ് നമ്മുടെ മൊത്തത്തിലുള്ള എന്താണ് വർക്കിംഗ് പ്ലേസ് എങ്കിൽ നമ്മൾ ഈ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, AI, GS മാതിരിയുള്ളത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ വേൾഡിൻ്റെ നാനാഭാഗത്തുള്ള ജോലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ പാനിക്കായിട്ട് നമ്മളെ ജോബ് പോകുന്നു, AI വേണ്ട, ഓട്ടോമൈസേഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമ്മളൊരു കിണറിലേക്ക് ഒതുങ്ങുന്ന കൂവമണ്ടൂരന്മാരായിട്ട് മാറാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിനെ പറ്റി എനിക്ക് കാണുന്നത് അവർ വളരെ പാഷനായിട്ടാണ് ഇതിനെല്ലാം കാണുന്നത്. നമ്മളെ ആ ഒരു
പഴഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വളരെ കോൺഫിഡൻ്റ് ആണ്. അവർ കൂടുതൽ ഇതിനെ പറ്റിയിട്ടെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ നല്ല പ്രതീക്ഷയാണ്. എനിക്ക് ഒരു മുൻ ചീഫ് എഞ്ചിനീയർ എന്നുള്ള നിലക്ക് വരുന്ന യങ് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയേഴ്സിനെ പറ്റി എനിക്ക് വളരെ കോൺഫിഡൻ്റ് ഉണ്ട്. അവർ ഈ ജോലി ചെയ്യാൻ വളരെ പ്രാപ്തരാണ്. അത് മാത്രമല്ല ഈ മേഖലകളിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ മേഖലകളിലുള്ള ഒരു പഠിത്തവും നമ്മൾ ഒരു വേസ്റ്റും അല്ല. നമ്മളിപ്പം PSC ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ 30,000 ആൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 200 ഭാഗ്യവന്മാർക്ക് അല്ലെങ്കിൽ 230 പേർക്ക് ഭാഗ്യവന്മാർക്കാണ് നമുക്ക് പോസ്റ്റ് കിട്ടുന്നത്. അത് ലോട്ടറി അടിക്കുന്ന മാതിരിയാണ്. പക്ഷേ നമ്മൾ ഈ പഠിക്കുന്ന ഇതെല്ലാം ഡേ ടു ഡേ ആവശ്യമുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചെറിയ ചില ടെക്നിക്കും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് മേഖലയിലും ഇപ്പം സ്വയം ജോലി കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാം. അപ്പോൾ സാർ ഇപ്പോൾ സാറ് ഇൻഡയറക്റ്റ്ലി അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം കേരള വാട്ടർ അതോറിറ്റി എയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറിയാണ്. സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. 4 മൊഡ്യൂളായിട്ടാണ് ഇവർ തിരിച്ചിരിക്കുന്നത്. സിവിൽ 25 മാർക്കാണ്. ജോബ് റിലേറ്റഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഒരു മൊഡ്യൂളുണ്ട്, 25 മാർക്കാണ്. ജോബ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേസ്റ്റ് വാട്ടർ ആൻഡ് വാട്ടർ സപ്ലൈ തന്നെയാണ്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പം ഇങ്ങനെ 4 ആദ്യമായിട്ട് എനിക്കൊന്ന് കഴിഞ്ഞ വട്ടമാണ് ഇത്രയും ഒരു സിലബസ് അപ്ഡേഷൻ വന്നത്. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചു, അയ്യോ ഇപ്പം ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്, ഞാൻ എന്തിനാ മെക്കാനിക്കൽ കെമിക്കൽ പഠിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓൾറെഡി സാർ പറഞ്ഞു കഴിഞ്ഞു. അതായത് KEAയുടെ ഒരു ജോബിനകത്ത് ഈ എല്ലാത്തിൻ്റെ ഒരു ബേസ് വേണം. കാരണം അതിനകത്ത് പല വിങ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് പ്രൊജക്റ്റിനാണ്, അപ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റിന് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം പുള്ളി എങ്ങനെയാണ് ഈ സിലബസിനെ നോക്കി കാണേണ്ടത്? അതായത് എന്തായാലും ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ സ്റ്റുഡൻറ്റിന് സിവിൽ ആയിരിക്കും നല്ലപോലെ അറിയാവുന്നത്, അതുപോലെ സ്റ്റുഡൻറ്റിന് ആയിരിക്കും നല്ലപോലെ അറിയാവുന്നത്. അപ്പം നമ്മുടെ കോർ നല്ലപോലെ പഠിച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ ഒരു ബേസ് ആയിട്ട് പഠിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടേക്ക് അവേ സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് ഈ സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ? അതായത് ഇപ്പോൾ ഈ സിവിലായാലും മെക്കാനിക്കലായാലും കെമിക്കലായാലും അവരുടെ ഒരു കോമൺ നോളജ് എന്ന് പറയുന്നത്, ഒന്ന് അവർക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എല്ലാവരും പഠിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സും പഠിക്കുന്നുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുന്നുണ്ട്, പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് വാട്ടർ അതോറിറ്റിയുടെ ബേസും. അപ്പോൾ ഏതൊരു എഞ്ചിനീയർക്കും, ഈ ബ്രാഞ്ചിലുള്ള ഏതൊരു എഞ്ചിനീയർക്കും അവർക്കൊരു വാട്ടർ സപ്ലൈ എഞ്ചിനീയറോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയർ ആവാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ഇൻഫീരിയോറിറ്റി ആയിട്ട് അയ്യോ നമുക്ക് ഉള്ളതല്ല, നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഈ 3 മെക്കാനിസം പഠിക്കുന്നുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്നുണ്ട്, മെക്കാനിക്സ് ഫ്ലൂയിഡ് എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുന്നുണ്ട്. പിന്നെ ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു എല്ലാം. പിന്നെയാണ് നമ്മൾ മറ്റേതായിട്ട് വിഭാഗിച്ച് മറ്റ് മേഖലകളിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഇനി ഇത് പഠിക്കേണ്ട ഇത് പറയുകയാണെങ്കിൽ ഇത് പറയുകയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് പ്രോജക്റ്റ് ആയാലും ഒരു മാസ്റ്റർ പ്ലാൻ വേണം. നമ്മൾ ഈ കാര്യത്തിൽ നമുക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം, നോ ഡൗട്ട്. അപ്പോൾ മാസ്റ്റർ പ്ലാൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞിട്ട് സ്കെൽട്ടൻ, അത് കഴിഞ്ഞിട്ട് റൂഫ്. ഇങ്ങനെ ഈ ഫൗണ്ടേഷൻ കെട്ടാനുള്ളത് എന്ന് പറയുന്നത് നമ്മളെ ഓൺ സബ്ജക്റ്റിലെ കരിക്കുലത്തിൽ തന്നെ നമുക്ക് എടുത്തിട്ട് ഫൗണ്ടേഷൻ കെട്ടാൻ പറ്റും. ആ ഫൗണ്ടേഷൻ നമ്മൾ ഭംഗിയായി കെട്ടിക്കഴിഞ്ഞാൽ സ്കെൽട്ടൻ ചെറിയ രീതിയിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കി നമുക്ക് സ്കെൽട്ടൻ കെട്ടാം. ഈ സ്കെൽട്ടൻ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ശരിക്കും വാട്ടർ സപ്ലൈ ആൻഡ് വേസ്റ്റ്, അതായത് ജോബ് നോളജ് ആണ് വാട്ടർ സപ്ലൈ ആൻഡ് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലായി. ഇപ്പം നിങ്ങൾക്ക് മഴയോ വെയിലോ രാത്രിയോ പകലോ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ഇനി വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു അടിസ്ഥാന ശില ഉണ്ടാക്കുക, ആദ്യം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ടൈമാണ്, ഇപ്പോൾ 30 ദിവസമാണ് ഇനി ബാലൻസ് ഉള്ളതെന്ന് വെച്ചോളൂ. ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ മാസ്റ്റർ പ്ലാൻ ഉണ്ടായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളിങ്ങനെ സ്ട്രക്ചറായിട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ എത്തപ്പെടാനുള്ള നോളജ് ഏരിയ വളരെ കൂട്ടാൻ പറ്റും. നിങ്ങൾ മാർക്ക് എന്തായാലും കുറച്ച് മുമ്പ് എത്രയാണ് ഉണ്ടായിരുന്നത് ആ റാങ്കിനേക്കാളും കൂടാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഈ ബേസിക് നോളജ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ വാട്ടർ സപ്ലൈ ആൻഡ് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് കുറച്ചും കൂടെ ക്വിക്കായിട്ട് ലേൺ ചെയ്താലും പമ്പിങ് അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് മേഖലയുള്ള കാര്യത്തിൽ നോളജ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ബെയറിങ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് പഠിക്കുക. അതേമാതിരി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും കെമിക്കൽ എഞ്ചിനീയേഴ്സും
സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗും അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷമായിരിക്കും. പക്ഷേ സർവേയിങ്, ക്വാണ്ടിറ്റി സർവേയിങ്, മറ്റേ അങ്ങനത്തെ സബ്ജക്റ്റ് എല്ലാം അവർക്ക് ഒരു മാനേജറിയൽ സബ്ജക്റ്റ് മാതിരിയാണ്. അത് അവരുടെ 5 പേപ്പർ മാത്തമെറ്റിക്സ് പഠിക്കുന്നുണ്ട്. ഈ 5 പേപ്പർ മാത്തമെറ്റിക്സ് പഠിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ സർവേയിങ്, ക്വാണ്ടിറ്റി സർവേയിങ്, ഈ നോളജ്, ഇപ്പം നമ്മളെ അമീസ് അക്കാദമി മാതിരിയുള്ള അക്കാദമി ഇഷ്ടം പോലെ നോളജാണ് ഇതിന് ഇവർക്ക് കൊടുക്കുന്നത്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ലേൺ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ തെർമോഡൈനാമിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്, സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ, പിന്നെ ഇതേമാതിരി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള ഏരിയയിൽ ഏതെങ്കിലും ഒരു പ്രൊഫസറോ റിട്ടയർഡ് പ്രൊഫസറോ അല്ലെങ്കിൽ ആ നോളജ് എക്സ്പേർട്ടുള്ള ഒരാളുടെ ഒരു 10 മണിക്കൂറോ 15 മണിക്കൂറോ നമ്മൾ ക്ലാസ് തേടുകയാണെങ്കിൽ, ഫണ്ടമെന്റൽസ് അവരൊരു ക്ലാസ് എടുക്കുകയാണെന്ന് നമുക്ക് ഈ 10-100 മണിക്കൂർ സേവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വാട്ടർ സപ്ലൈനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാം, ഇപ്പം നമ്മൾ CPHU മാനുവൽ ഡൗൺലോഡ് ചെയ്യണം, സിലബസ് നോക്കണം. എന്നിട്ട് ഈ CPHU മാനുവലിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, ഇപ്പോൾ AI വേണമെങ്കിൽ AI വെച്ചിട്ട് നമുക്ക് അതിനെ ഷോർട്ട് ആക്കിയിട്ട് പഠിക്കാൻ സമയം കുറവാണ് വെച്ചാൽ. പക്ഷേ AI ഒരിക്കലും നമ്മൾ AIക്ക് കീഴ്പ്പെട്ട് പോകരുത്. AIനെ നമ്മളെപ്പോഴും നമ്മളൊരു അസിസ്റ്റൻ്റ് ആയിട്ട് വെക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ടൈം സേവ് ചെയ്യാം. ഒരു പക്ഷേ എന്നെക്കാളും ഈ കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഈ പിന്നെ അമീസ് അക്കാദമിയുടെ പിന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനൂപിന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ എന്തായാലും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറഞ്ഞത്. അതായത് ഒരു സിലബസിനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രെയിം വർക്ക് പോലെ തിരിച്ച് ഫൗണ്ടേഷൻ പണിയുക. ഞാൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സാർ പറഞ്ഞ ജസ്റ്റ് ഒരു സമ്മറി പോലെ പറയാം. സാർ പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളൊരു ബിൽഡിംഗ് പണിയുന്ന പോലെ നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കോർ തന്നെയാണ്. സിവിൽ സ്റ്റുഡൻസ് സിവിൽ പഠിക്കുക, മെക്കാനിക്കൽ സ്റ്റുഡൻസ് മെക്കാനിക്കൽ പഠിക്കുക, കെമിക്കൽ സ്റ്റുഡൻസ് കെമിക്കൽ പഠിക്കുക. നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്താൽ പിന്നെ ഫ്രെയിം വർക്കാണ് അതിൻ്റെ സ്കെലറ്റൻ എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് അതർ ടോപ്പിക്സ്, ഇപ്പം സിവിലുകാർക്ക് മെക്കാനിക്കലും കെമിക്കലുമാണ് അതിൻ്റെ സ്കെലറ്റൻ എന്ന് പറയാൻ സാധിക്കുക. അപ്പം അത് മൊത്തത്തിൽ പഠിക്കേണ്ട, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചിട്ട് റൂഫ് എന്ന് പറയുന്നതാണ് ജോബ് റിലേറ്റഡ്, നമ്മുടെ വേസ്റ്റ് വാട്ടർ ആൻഡ് വാട്ടർ സപ്ലൈ. കാരണം അത് എല്ലാവരും പഠിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റൂഫും കൂടെ സെറ്റ് ആയാലല്ലേ സാർ എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആവും. അപ്പോൾ അത് സാർ വളരെ മനോഹരമായിട്ടാണ് ആ ഒരു സിലബസ് ബ്രേക്ക് ഡൗൺ പറഞ്ഞത്. ആൻഡ് സാർ, അപ്പം സാർ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരു അസംഷൻ ക്വസ്റ്റ്യൻ ആണ്. സാറ് കേരള വാട്ടർ എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുവാണെങ്കിൽ സാർ ഏതൊക്കെ കൺസെപ്റ്റ്സിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സാർ എന്തൊക്കെയാണ് സാറിൻ്റെ മനസ്സിൽ വരുന്നത്? തീർച്ചയായിട്ടും വാട്ടർ അതോറിറ്റിയിലത്തെ ഒരു AEനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കാരണം ഇത് പിന്നെ എല്ലാവരും ഹൈക്കോടതിയിലേക്ക് വരെ പോകാനും സാധ്യതയുണ്ട്. ഹൈക്കോടതിയിൽ ഇപ്പോൾ അപ്പോൾ ഇതിലെന്താണ് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ, ഈ വാട്ടർ അതോറിറ്റിയിൽ ചെയ്യുന്ന ഡ്യൂട്ടി നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ വാട്ടർ സപ്ലൈ ഒരു മാസ്റ്റർ പ്ലാൻ, ഇപ്പം മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി എഷ്യൂർ ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻറ്റ്. ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയാണ് വാട്ടർ അതോറിറ്റിയിൽ ഏതൊരു പ്രോജക്റ്റിനും വേണ്ടത്. ഇതിന് സിമ്പിൾ മാത്തമാറ്റിക്സേ ഉള്ളൂ. പോപ്പുലേഷൻ പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടെങ്കിലും അത് 2% അല്ലെങ്കിൽ 1.5% അവിടുത്തെ ആ ഒരു ലോക്കൽ ഏരിയനെ പറ്റിയിട്ട് പഠിച്ച ഒരാൾക്ക് ആദ്യത്തെ ഒരു 10 വർഷം മുമ്പേ ഉള്ള ഒരു 30-40 വർഷം മുമ്പേ ഉള്ള പോപ്പുലേഷൻ എടുത്ത ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. പക്ഷേ ഇതേ സമയത്ത് തന്നെ അവിടുത്തെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എടുക്കാൻ വിട്ടുപോകരുത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ വരുന്ന ആളുകൾ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ പോപ്പുലേഷൻ എടുക്കുന്നു, ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എടുക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മളൊരു ടെക്നോ പാർക്കിൻ്റെ മാതിരി ഒരു ടെക്നോ പാർക്കും കൂടെ ഇവിടെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു ടെക്നോ പാർക്ക് നമ്മൾ ഈ ഗ്രാഫിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ സിറ്റി അർബൻ മാസ്റ്റർ പ്ലാൻ നോക്കുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ മൊത്തത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ഡീമെറിറ്റ്, ഇപ്പം നമ്മളെ പല സ്ഥലത്തും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് റിച്ച് ആളുകളൊക്കെ ട്രിവാൻഡ്രത്തേക്ക് വരാം. എക്സാമ്പിൾ ഞാൻ പറയണം. അപ്പോൾ ഇതെല്ലാം ഒരു പ്ലാനിങ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളാണ് ഇതെല്ലാം കോമൺ സെൻസ് ആണ്. എഞ്ചിനീയറിംഗ് പ്ലാനിങ് ആണ് പറയുന്നതെങ്കിലും ഇതിൽ കൂടുതലായിട്ട് കുറച്ച് എഞ്ചിനീയറിംഗ്, കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ്. ഇങ്ങനെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴത്തേക്കും ഈ ഒരു വലിയ രീതിയിലുള്ളൊരു ബിഗ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ആയി മാറുകയാണ് പ്രോജക്റ്റിൻ്റെ. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ എഞ്ചിനീയേഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വെറുതെ അല്ല. കാരണം വെച്ചാൽ ഇതിൽ സ്രോതസ് സെലക്ട് ചെയ്യൽ ഒരു സങ്കീർണമായ കാര്യമാണ്. അപ്പോൾ ഈ സ്രോതസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അവിടുത്തെ സ്രോതസ്സിൻ്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റിലയബിലിറ്റി, ഈ 3 കാര്യം സ്രോതസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നു, നല്ല വെള്ളമാണ്, പക്ഷേ വേനൽക്കാലത്ത് ഇവിടെ വെള്ളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പൈസ മുഴുവൻ വേസ്റ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവണം, വേനൽക്കാലത്ത് ക്വാണ്ടിറ്റി ഉണ്ടാവണം. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി, റിലയബിലിറ്റി ഉണ്ടാവണം. കംപ്ലീറ്റ് കലക്ക് വെള്ളമാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫിൽറ്റർ പെട്ടെന്ന് ജാമാവും. അപ്പം നമുക്ക് അത് കലക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് അവിടെ ഉള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്, വളരെയധികം വേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ 5000 ക്വാളിഫോം
ഫോമിലധികം നമ്മളെ റോ വാട്ടറിൽ വരികയാണെങ്കിൽ നമുക്കത് എലിജിബിലിറ്റി ഇല്ല. ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും റോ വാട്ടറിന് പോലും ഒരു മിനിമം ക്വാളിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എൻജിനീയേഴ്സ് തന്നെയാണ് ഇത് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കാര്യമാണ്. പിന്നെ അതേമാതിരി തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ ഡിസൈൻ ചെയ്യണം. ഈ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന പലരും ചോദിക്കാറുണ്ട്, ഇന്ന് ടെക്നോളജി നല്ലതാണോ, നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ് ചെയ്തുകൂടെ? ഈ റിവേഴ്സ് ഓസ്മോസിസോ അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റോ പ്ലാനോ ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ പഠിക്കണം, അനലൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെറിയ വെള്ളമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ സാനിറ്ററി സർവേ ചെയ്യണം. ഈ സാനിറ്ററി സർവേ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ ആ മൊമെൻറ്റിലുള്ള ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതൊരു 10-30 വർഷത്തെ ഡാറ്റ നമ്മൾ എടുത്ത് ചെക്ക് ചെയ്യുന്നു. പക്ഷേ ഈ സാനിറ്ററി സർവേമാരിലുള്ള ഇമ്പാക്റ്റ് എൻവയറമെൻറ്റൽ സ്റ്റഡി ചെയ്യുമ്പോഴാണ് ഈ ഇതിൻ്റെ വൾണറബിലിറ്റി നമുക്ക് മനസ്സിലാവുക. അത് നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എന്താണോ നമ്മുടെ വെള്ളത്തിലുള്ള പിന്നെ മാലിന്യം അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളത് അതിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളത്തിൻ്റെ നമ്മളെ സ്റ്റാൻഡേർഡിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്യണം. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു ഓവർഹെഡ് ടാങ്കിൽ എത്തിക്കുന്നു. ഈ ഓവർഹെഡ് ടാങ്കിൽ എത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബേസിക്കലി നമ്മൾ പിന്നെ 8ാം ക്ലാസ് മുതലൊക്കെ പഠിക്കുന്ന എനർജി റൂൾസ് അല്ലെങ്കിൽ ബെർണോളിസ് തിയറം ഇതെല്ലാം ഇവിടെ ബാധകമാണ്. അപ്പോൾ നമുക്ക് ആസൻ വില്യം ഫോർമുല ആയാലും പിന്നെ ഡാസീസ് ഫോർമുല ആയാലും എല്ലാ ഫോമിലും നമുക്കിവിടെ ഇത് ചെയ്ത് നമ്മൾ ലോസ് ഓഫ് ഹെഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളെ ഗ്രാവിറ്റിയിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സർവീസ് റിസർവോയർ, ഈ സർവീസ് റിസർവോയറിനെ പറ്റി പറയുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പീക്ക് ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമുണ്ടാവും. ഇപ്പോൾ ഒരു ഹോസ്റ്റലാണെന്ന് വെച്ചോളൂ, ഹോസ്റ്റലിൽ രാവിലെ 8 മണിയാകുമ്പോഴേ എല്ലാവരും വീട്ടിൽ നിന്ന് പിന്നെ കോളേജിലേക്ക് പഠിക്കാൻ പോകും. അപ്പോൾ ഒരു ഹോസ്റ്റലിലത്തെ വാട്ടർ സപ്ലൈ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആവറേജ് ഡിസൈൻ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. അവിടെ 8 മണി മുതൽ ഒരു 6 മണിക്ക് എല്ലാവരും എഴുന്നേക്കുള്ളൂ. 6 മണി മുതൽ 8 മണി വരെ നമ്മൾ കംപ്ലീറ്റ് ഡിമാൻഡിൻ്റെ 90% വെള്ളം നമ്മൾ അവിടെ ചിലവാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സർവീസ് റിസർവോയർ ഉണ്ട്, പിന്നെ പീക്ക് ഫാക്ടർ ഉണ്ട്. ഈ പീക്ക് ഫാക്ടറും നമ്മൾ CPHU മാനുവലൊക്കെ നോക്കിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെയിലെൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പം ക്ലോറിൻ്റെ അളവ്, റെസിഡ്യൂൽ ക്ലോറിൻ്റെ അളവ്, പിന്നെ പിന്നെ പ്രഷർ, ഓരോ സ്ഥലത്തുള്ള പ്രഷർ, പിന്നെ ടാപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടുത്തെ ക്ലോറിൻ്റെ അളവ്, ഇതെല്ലാം പിന്നെ നമ്മൾ പ്ലാനിങ് സ്റ്റേജിലും നമ്മൾ ഇത് ചെയ്യണം. പിന്നെ അത് ഇംപ്ലിമെൻറ്റ് സ്റ്റേജിലും നമ്മൾ അതിൻ്റെ അറ്റകുറ്റങ്ങളൊക്കെ ഇത് ചെയ്യണം. പിന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ആളുകൾക്ക് സർവീസ് കൊടുക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉറവ മുതൽ പിന്നെ നമ്മളെ കൺസ്യൂമറിൻ്റെ പിന്നെ ഡൈനിങ് റൂമിലുള്ള ടാപ്പ് വരെ നമ്മൾ ഒരു മൊത്തത്തിലൊരു രൂപരേഖ ഉണ്ടാക്കി അത് എത്തിക്കുക. അത് വേസ്റ്റ് വാട്ടറാണെന്ന് വെച്ചാൽ നമ്മളെ ക്ലോസറ്റ് മുതലേക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വരെ എഴുതി അത് അവിടെ അവസാനിക്കുന്നില്ല. വേസ്റ്റ് വാട്ടർ റീയൂസിൻ്റെ പ്ലാനിങ് അടക്കം നമ്മൾ പിന്നെ വെറുതെ പ്ലാൻ ചെയ്യാൻ പോരാ, നമ്മളത് പ്രോജക്റ്റ് റിപ്പോർട്ടാക്കിയാൽ പോരാ, നമ്മളത് കോൺട്രാക്ട് കൊടുത്താൽ പോരാ, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആളുകൾക്ക് സർവീസ് കിട്ടണം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ജോബ്. ഇനി ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കുറച്ചും കൂടെ എൻലാർജ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കൊയാഗുലേഷൻ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ കിണറ്റിൽ കുറച്ച് കലക്കാണ്, ഞങ്ങൾ കുറച്ച് ആൾ വിട്ടിട്ട് വെള്ളം ശുദ്ധീകരിക്കട്ടെ സാറ്, ഇതേമാതിരി ഒരുപാട് ഇതിനെപ്പറ്റി പറയുമെങ്കിൽ ഞങ്ങൾ കുറച്ച് ആൾ വിട്ടു, വെള്ളം ഇപ്പം ക്രിസ്റ്റൽ ക്ലിയറായി. ശരിക്കും അത് ഒരു എഞ്ചിനീയർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒട്ടും സയൻറ്റിഫിക് അല്ല. കാരണം ആലം ഇട്ടിട്ട് നമ്മൾ വെള്ളം ശുദ്ധീകരിച്ചാൽ അത് കണ്ണാടി മാതിരി ആയെങ്കിലും, കണ്ണാടി എന്താണ് പറയുക, നമ്മൾ ട്രാൻസ്പാരൻറ്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയെങ്കിലും അതിൽ ഒരു പക്ഷേ എക്സസ് അലുമിനിയം ഉണ്ടാവാം. പിന്നെ മാത്രമല്ല നമ്മൾ പമ്പ് ചെയ്യുന്നത് നമ്മൾ പിന്നെ കിണറിൻ്റെ താഴെ നിന്നാണ്. ഈ സ്ലഡ്ജ് എല്ലാം അവിടെ ഉണ്ടാവും. അപ്പം അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഫ്ലോക്കുലേഷൻ. ഈ ഫ്ലോക്കുലേഷനെ പറ്റി നമ്മൾ പഠിക്കുമ്പം ഇതിൽ പിന്നെ നമ്മൾ ആ ഒരു ഫോർമുല ഉണ്ടല്ലോ, ഗ്രാവിറ്റേഷൻ ഫ്ലോ. അപ്പോൾ അലുമിനിയത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞാൽ 2.4 ആണ്. ഇപ്പോൾ നമ്മളൊരു ഓർഗാനിക് മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 1.06 ആണ്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി കമ്പൈൻഡ് ഫ്ലോക്സ് നമ്മൾ കുറച്ച് കൂട്ടുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഇത് താഴെ അടിയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ താഴെ അടിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തീർന്നിട്ടില്ല. ഒരു 4ഓളം കണ്ടീഷൻസ് ഉണ്ട്. അതായത് ലോ pH, പിന്നെ ഹൈ ടർബിഡിറ്റി, ലോ pH, ലോ ടർബിഡിറ്റി. അതേമാതിരി അതിൻ്റെ മാതിരി തന്നെയാണ് പിന്നെ pH മാതിരി തന്നെയാണ്, ടർബിഡിറ്റി മാതിരി തന്നെയാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ 4 കോമ്പിനേഷൻ വരും. ഇപ്പോൾ ലോ ടർബിഡിറ്റി, ലോ pH ആണെന്നുണ്ടെങ്കിൽ
കുറച്ച് മീഡിയം പിന്നെ പീച്ചിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുമ്മ ആഡ് ചെയ്താൽ മതി. പക്ഷേ പിന്നെ അത് നമുക്കൊരു സ്വീപ്പ് കോയാഗുലേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലെൻഡഡ് ക്ലേ മാതിരിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പം ആവറേജ് pH അല്ലെങ്കിൽ ഹൈ pH ഹൈ ടർബിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ആലം ചേർത്താൽ നമുക്കതിനെ സ്വീപ്പ് കോയാഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ ജാർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ജാർ ടെസ്റ്റ് വെച്ച് അപ്പോൾ നമുക്ക് ചോദ്യം വരാം, ജാർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ നോക്കി പഠിക്കണം. അപ്പോൾ ജാർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മിനിയേച്ചർ, അതായത് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ആലം, ലൈം, pH അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് ഓപ്റ്റിമം ഡോസേജ് കണ്ടുപിടിക്കുന്നു. ഈ ഓപ്റ്റിമം ഡോസേജ് കണ്ടുപിടിച്ചിട്ട് വെള്ളത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലെഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൊയാഗുലേഷനിൽ ഒരു ഫണൽ മാതിരിയുള്ള ഒരു ഇത് നിങ്ങൾ കണ്ടിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടോ നമുക്ക് ഈ സ്ലെഡ്ജിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നമ്മൾക്കൊരു എന്താണ് പറയുക, ഒരു തട്ടായിട്ട് ഈ സ്വേജ് സ്ലെഡ്ജ് അടിയുകയും അതൊരു ഫണൽ മാതിരിയുള്ള സാധനത്തിൻ്റെ ബോട്ടം തുറക്കുമ്പോൾ നമുക്ക് ഈ സ്ലെഡ്ജ് ഇനി തീർന്നിട്ടില്ല. ഇനി നമ്മൾ ഈ സാൻഡ് ഫിൽറ്റർ, റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലൂടെ നമ്മൾ കടത്തി വിടുമ്പോൾ സാൻഡ് ഫിൽറ്ററിൽ നമുക്ക് 4 സബ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ സബ് പ്രോസസ്സും കൂടെ നടക്കുമ്പോഴാണ് നമ്മൾ ഈ കൊയാഗുലേഷൻ ചെയ്തിട്ടാകുമ്പോൾ നമ്മളൊരു 60 to 70% ടർബിഡിറ്റി നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ചെറിയ പിന്നെ അംശങ്ങൾ നമ്മൾ ഈ പിന്നെ നമ്മുടെ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസിൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകമായിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഈ സാൻഡ് ഫിൽറ്റർ, റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി നിന്നാൽ മതി. അത് കംപ്ലീറ്റ് കലക്കായിരിക്കും. ആ കാരണം എന്ന് വെച്ചാൽ ഇതിൽ അറ്റ് എ ടൈമിൽ വരുന്നത് വേസ്റ്റിൻ്റെ അളവ് കുറവാണ്. കാരണം 70% ടർബിഡിറ്റി എന്തായാലും ഇവിടുന്ന് റിമൂവ് ചെയ്തു, വളരെ ഇത്. പക്ഷേ അത് ഒരു ദിവസത്തെ മുഴുവനും അവിടെ കളക്ട് ചെയ്തിട്ട് അത് ബാക്ക് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യും. അപ്പോൾ ഈ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ അർബൻ വാട്ടർ സപ്ലൈൻ്റെയും ഒരു പരിധി വരെ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി ക്ലോറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഡെവലപ്പിംഗ് കൺട്രീസ് എല്ലാം ക്ലോറിൻ ഇപ്പോഴും നമുക്ക് ക്ലോറിനേഷനാണ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. അത് ഒഴിവാക്കണമെങ്കിൽ വലിയ വിഷമമാണ്. എന്താ കാണാൻ വെച്ചാൽ ഇപ്പോഴുള്ള ബാക്ടീരിയനെ കൊല്ലുന്നു, ഇനി വരാൻ പോകുന്ന ബാക്ടീരിയനെ കൊല്ലുന്നു. അതുകൊണ്ട് റെസിഡ്വൽ എഫക്റ്റ്. അപ്പോൾ നമ്മൾ 0.5 ppm ക്ലോറിൻ ഉണ്ടായാലും ട്രീറ്റ്മെൻറ്റ് നടന്നാലും അത് ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഓർഗാനിക് മെറ്റീരിയലായിട്ട് മിക്സ് ചെയ്തത് കുറയും. അപ്പോൾ നമ്മൾ 1 ppm 1.5 ppm പരമാവധി നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1 ppm ആണ് അലൗഡ്. പക്ഷേ വാട്ടർ അതോറിറ്റി പലപ്പോഴും 2 ppm ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ നിന്ന് വിടാറ്. കാരണം എന്താ വെച്ചാൽ അങ്ങേ എൻഡിൽ 0.2 ppm കിട്ടണം. പിന്നെ ക്ലോറിൻ്റെ ബൂസ്റ്റിംഗ് ശേഷം വെക്കണം എന്ന് പറഞ്ഞാലും പലപ്പോഴും അതിന് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ അർബൻ ഏരിയയിൽ നമ്മൾ ഒരു ക്ലോറിൻ ബൂസ്റ്റിന് ശേഷം വെച്ചാൽ അതിന് സേഫ്റ്റി പെർമിഷൻ കിട്ടാൻ വിഷമമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളെന്ന് വെച്ചാൽ നമ്മളെ സീനിയർ ജൂനിയർ എല്ലാ എൻജിനീയേഴ്സും കൂടി ഇരുന്ന് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന വർക്കാണ്. ഇവിടെയുള്ള ഫോർമുലകളെല്ലാം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഭയങ്കര കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലകൾ വളരെ സിമ്പിളായിട്ട് നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണ് അവിടെ നിന്ന് മാറുന്നത്. അതിപ്പോൾ എൻജിനീയേഴ്സ് സ്റ്റുഡൻസ് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ പിന്നെ തേടി പ്രോബ്ലങ്ങൾ, ടീച്ചേഴ്സൊക്കെ നിങ്ങളെ തേടി കുറേ പ്രോബ്ലം തരുമ്പോൾ നമ്മൾ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലവും കണ്ടുപിടിക്കണം, നമ്മൾ ആൻസറും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ. എനിക്ക് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന എല്ലാ ടോപ്പിക്കും സാർ ഇങ്ങനെ ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു തന്നെ. അതായത് സോഴ്സസ് ഓഫ് വാട്ടറിൽ നിന്ന്, പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിൽ നിന്ന്, വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റും അല്ലേ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് തന്നെയാണ് ബേസിക്കലി മനസ്സിലാവുന്ന പറഞ്ഞാൽ നമ്മൾ, അതായത് നിങ്ങൾ ബേസിക്കലി അവിടെ ചെയ്യുന്നത് ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നാണ് സാറ് ഉദ്ദേശിച്ചത്. അപ്പോൾ സാറ് ആക്ച്വലി ഒരു വലിയൊരു റിസോഴ്സ് പേഴ്സണും കൂടാണ്, ഒരു വലിയ അക്കാഡമിഷ്യനും കൂടാണ്. സാറ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു റാങ്ക് ഫയലിൻ്റെ ഫോർമാറ്റിൽ ചെയ്തിട്ടുണ്ടല്ലോ സാർ. സാർ അതിനെപ്പറ്റി എന്താണ് സാറ് ചെയ്തൊരു വർക്ക്? ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളിലെ PSC ക്വസ്റ്റ്യൻസ് എയുടെ മാത്രമല്ല പല ക്വസ്റ്റ്യൻസും നോക്കുമ്പോഴത്തേക്കും ഇവർക്കിപ്പോൾ 30,000 ആൾക്കാരെടുക്കുന്ന 250 ആക്കി, അതായത് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ 1000 ആളിലേക്ക് ഇതിനെ ചുരുക്കണം. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല കട്ടിയായി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും 99 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സെഗ്രിഗേഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ അവരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, അപ്പോൾ എല്ലാവരും പോയേക്കും പഴയ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് PSC ഉള്ള അവിടുന്ന് ഏതെങ്കിലും ഒരു പ്രൊഫസർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇനി ആ പ്രൊഫസറൊക്കെ ചിലപ്പോൾ റിട്ടയർഡ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ വേറെ ആർക്കും കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഈ സിലബസ് മാത്രമാണ് നമുക്ക് പിന്നെ റിലയബിൾ ആയിട്ടുള്ള സാധനം. ക്വസ്റ്റ്യൻ്റെ പാറ്റേണോ ഇതെല്ലാം നമുക്ക് ഈ എഞ്ചിനീയറിംഗിലുള്ള ഇപ്പോൾ 3 ബ്രാഞ്ചും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും പറയാൻ താല്പര്യം. പക്ഷേ ഇവിടെ നമുക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇപ്പം എനിക്കൊന്ന് അമീസ് അക്കാഡമി ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ഞാൻ പുതുതായിട്ട് പറയുന്നതല്ല. ഇവിടെ നമുക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഗേറ്റ് മാതിരിയുള്ള പിന്നെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഗേറ്റ് ഒരു ലിമിറ്റഡ് സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസാണ് അവിടെ വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും തൊട്ട് താഴെ തന്നെ ആയിരിക്കും നമ്മുടെ
പരീക്ഷേൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങൾ ആരും വിഷമിച്ചിരിക്കേണ്ട. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്ലെൻറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ അനൂപ് ഈ ക്വസ്റ്റ്യൻ എന്നെക്കാളും കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ടൊരു ധാരണയുള്ളൊരു വ്യക്തിയാണെന്നാണ് ഞാനിപ്പോൾ ഇത്രയും കാലത്തെ ഒരു 10 ദിവസത്തെ എക്സ്പീരിയൻസ് മനസ്സിലാകുന്നത്. പക്ഷേ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ എല്ലാ സബ്ജക്റ്റ് 20 മോഡ്യൂളാണ് ഇതിൽ വരുന്നത്. അതായത് ആദ്യത്തെ 7 മോഡ്യൂൾ സിവിൽ, പിന്നെ അവസാനത്തെ 2 മോഡ്യൂൾ വാട്ടർ സപ്ലൈ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് ബാക്കി 7ഉം 2ഉം 9 കഴിഞ്ഞ് 11 എണ്ണം കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെയും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെയും മോഡ്യൂളാണ് വരുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ നമ്മളെന്ന് വെച്ചാൽ മാർക്ക് നോക്കിയിട്ട് അതിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഈ മെത്തേഡ് തന്നെ പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എയിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ പിന്നെ ഗേറ്റിൻ്റെയും പിന്നെ എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് സർവീസ് കുറച്ച് നല്ല, ഞാൻ അവരുടെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ മുമ്പ് നോക്കിയിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ എഞ്ചിനീയറിംഗിൽ പഠിച്ച ഞാൻ പറയും ഇപ്പം ബെർണോളിസ് തിയറം ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു പരീക്ഷ എഴുതുമ്പോഴും അമേരിക്കയിലോ റഷ്യയിലോ എഴുതുമ്പോഴും ബെർണോളിസ് തിയറത്തിൽ മാറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇതിലിപ്പം സിവിൽ എഞ്ചിനീയേഴ്സ് ആയാലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആയാലും ഈ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ഇപ്പോൾ ഈപ്പാനെറ്റ് ഹാർഡിസ് കോസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു അതിൽ 2 ഇക്വേഷനേ ഉള്ളൂ. ഒന്ന് കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1 B1 = A2 E2. രണ്ടാമത്തേത് ബെർണോളിസ് ഇക്വേഷൻ, ടോട്ടൽ എനർജി കോൺസ്റ്റന്റ്. ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ പലതും ഉണ്ടാക്കും. പിന്നെ വേറൊരു സിവിൽ എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ബെർണോളിസ് തിയറം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ മെയിൻ ഡാസി ഫോമിലൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നു. കഴിഞ്ഞ 100 വർഷമായിട്ട് എഞ്ചിനീയർമാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ആളുകൾ റിട്ടയർഡ് ആവും, പക്ഷെ എന്നാലും ഈ ഡാസി ഫോമിലും പിന്നെ വേസ്റ്റ് വാട്ടറിനകത്ത് ഒരു മാനിങ്സ് ഫോർമുലയുണ്ട്. ഈ ഫോർമുല വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ. പക്ഷേ ഇതേമാതിരി സ്കാഡ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ 2012 ഇവർ ഈ ജിക്കയുടെ പദ്ധതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇവിടെ വന്ന് ഇവർ ജിക്കയുടെ സ്കാഡയുടെ ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേമാതിരി വേറെ എഞ്ചിനീയറിംഗ് ഓഫീസിലാണെങ്കിൽ ഞാനിവിടെ വന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ L&D എഞ്ചിനീയർ പറഞ്ഞതെന്ന് അറിയോ, ഇത് 2005 ഞങ്ങൾ ഓർഡർ എടുത്തതാണ്, ഇപ്പം 2011 ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന പല സാധനങ്ങളും മാർക്കറ്റിൽ കിട്ടാനില്ല. അതായത് നിങ്ങളെ ഒരു മൊബൈൽ നിങ്ങളിപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ 5 വർഷം മുമ്പേ ഉള്ള മൊബൈൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഇപ്പോൾ കാരണം ഫാസ്റ്റായിട്ട് ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ടെക്നോളജി കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പിന്നെ നമുക്ക് അഭിമാനിക്കാനുള്ള വകയാണെങ്കിലും നമ്മൾ ഈ പ്രോജക്റ്റ് എല്ലാം വളരെ ഇതായിട്ട് മന്ദഗതിയിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത പിന്നെ ഓട്ടോമൈസേഷൻ്റെ ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയേഴ്സ് ചെയ്യേണ്ടത് ഈ മറ്റ് ഇതൊന്നും ഒരു ലക്ഷറി അല്ല. ഓട്ടോമൈസേഷൻ ഒന്നും ഒരിക്കലും ഒരു ലക്ഷറി അല്ല. അപ്പം ആ ഫീൽഡിലുള്ള നോളജ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഹൃദിസ്ഥമാക്കുകയും നമ്മൾ പറഞ്ഞ മാതിരി എയുടെ പിന്നെ ഗേറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പം തന്നെ ആ മേഖലകളിലുള്ള ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. അല്ലെങ്കിൽ ആ മേഖലകളിലുള്ള ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കും CPHU മാനുവലൊന്നും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല ഒരിക്കലും. CPHU മാനുവൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നോളജ് കിട്ടുന്നത് സിംഗിൾ ബുക്ക് ഏതാണെന്ന് ഞാൻ ഇപ്പോഴും പറയും, പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബുക്കാണ്. അതായത് CPHU ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം, എല്ലാ മാനുവലും എടുക്കാം. ഇങ്ങനത്തെ മാനുവൽ എടുക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ഇതുണ്ട്, CI ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെയൊക്കെ എഫ്ലുവൻ്റ് സ്റ്റാൻഡേർഡ്, ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതെല്ലാം നിങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിക്ഷണറി ഇപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. പക്ഷേ ഈ ഡിക്ഷണറിയുടെ കെട്ട് പൊട്ടിച്ചിട്ട് ഞാനത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അനൂപിനെ തന്നെന്ന് വെച്ചോളൂ. ഈ ഡിക്ഷണറി നിങ്ങൾക്ക് ഒരു യൂസും ഇല്ലാത്ത മാതിരി. അതേമാതിരി ഇപ്പം നിങ്ങൾക്ക് ഈ പിന്നെ ഈ സ്ട്രക്ചർ ഈ സാധനത്തിന് നിങ്ങൾ എന്താ വെച്ചാൽ ഒരു ഡിക്ഷണറി മാതിരി ഇതിനെ സെറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടാക്കി. ഇങ്ങനെ കുറച്ച് ഒരു 5-6 മാസമായിട്ടുള്ള ഞാൻ ഈ ഏരിയയിലേക്ക് വന്നിട്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരു റാങ്ക് ഫയൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ റാങ്ക് ഫയൽ പിന്നെ ആരെങ്കിലും യൂസ് ചെയ്യുമ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സത്യത്തിൽ അനൂപുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. പക്ഷേ അനൂപിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒന്നും അല്ല. ഒരുപാട് കാര്യങ്ങൾ അനൂപിന് കരിയർ ഡെവലപ്മെൻറ്റ് ഏത് ലെവലിലുള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ അമീസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. സാറ് അപ്പം ഒരുപാട് ഈ സാറ് പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ഒരു റിസർച്ചിൻ്റെ ബേസിലൊരു കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടൊരു റാങ്ക് ഫയൽ സാറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമീസ് അക്കാഡമിയുടെ ആപ്പിൽ അത് അവൈലബിൾ ആയിരിക്കും. കാരണം ഒരു ചെറിയ ടൈം കൊണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഈ മാനുവൽസും അതെല്ലാം റെഫർ ചെയ്യാൻ നമുക്ക് ഒരുപാട് ടൈം വേണമല്ലോ. അപ്പോൾ നമുക്ക് അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ സാർ അത് കൺസോളിഡേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ഒരു റാങ്ക് ഫയൽ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമുക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. സാർ ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് ചിലരെങ്കിലും എന്നോട് പറയാറുണ്ട് 3 വർഷമായിട്ട് പഠിച്ചു,
പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല, അപ്പം ഡീമോട്ടിവേറ്റഡ് ആവുകയാണ്. അപ്പം ഞാൻ അവരോട് പറയുന്നുണ്ട്, അങ്ങനെ വിഷമിക്കേണ്ട, കാരണം നമ്മളെന്തായാലും സിവിൽ തന്നെ ആണല്ലോ പഠിക്കുന്നത്, നമ്മുടെ കോർ തന്നെ പഠിക്കുന്നത് ബേസിക്കലി. അപ്പോൾ ഒരുപാട് അപ്കമിങ് എക്സാംസ് ഉണ്ട്, മാത്രമല്ല PSC ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഇങ്ങനെ സാർ ഒരുപാട് ലൈഫിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ട ഒരാളാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സെറ്റ് ബാക്ക്സ് വരാം. അപ്പോൾ എങ്ങനെ സെറ്റ് ബാക്കുകളെ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ഈ കുട്ടികളോട്, ഈ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളോട് സാറിൻ്റെ ഒരു മെസ്സേജ് എന്താണ്? ഞാൻ പറയാം, എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും റൂട്ട് കോസ് അനലൈസ് ചെയ്യാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും അറിയുന്നവരാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു ഡോക്ടറെക്കാളും ഒരു മറ്റേ ലോയറിനെക്കാളും നമുക്കിപ്പം ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് എഞ്ചിനീയേഴ്സിന് പൊതുവെ കൂടുതലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരെ അക്കാഡമിയിൽ തന്നെ അവർ 5 പേപ്പറോളം മാത്തമാറ്റിക്സ് പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് തോന്നുന്നത് എന്തിനാണ് ഈ മാത്തമാറ്റിക്സ്? നമുക്ക് റീസണിങ് ആയാലും പ്രോബ്ലം സോൾവ് ചെയ്യാനും ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണ്. പിന്നെ സയൻസും കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് മാറി മറിഞ്ഞൊക്കെ എല്ലാ എക്സാമിനേഷൻ, ഇപ്പം ഞാൻ പറയാം, വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ ചോദിക്കുന്നു, ഇനിയിപ്പോൾ PWDൻ്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് വരുന്നുണ്ട്. ഈ പരീക്ഷയ്ക്കൊക്കെ മോർ ഓർ ലെസ് വേണ്ടത് ഒന്ന് തന്നെയാണ്. അപ്പം നമ്മളിനിപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും നമുക്കത് ഒരിക്കലും നമുക്കത് വേസ്റ്റ് ആവുന്നില്ല. പിന്നെ നമ്മളിപ്പം നമ്മളെ കോൺഫിഡൻസ് കൂട്ടുക, നമ്മളിനി ഓപ്പർച്യൂണിറ്റി ഫുൾ ടൈം പഠിക്കുന്ന ആൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോബിലേക്കും കൂടെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അമീസ് അക്കാദമി മാതിരിയുള്ള അക്കാദമീൻ്റെ സർവീസ് ഇപ്പം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ടൈമിൽ നമ്മൾ പോകണമായിരുന്നു. ഇപ്പം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡേ ആൻഡ് നൈറ്റ് നമുക്ക് രാത്രി 2 മണിക്ക് വേണമെന്നുണ്ടെങ്കിലും ഈവനിങ് ലൈവ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല അവരുടെ അപ്രോച്ചും വളരെ ഹെൽത്തിയാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതിൻ്റെ ഹെഡൊക്കെ അപ്രോച്ചബിൾ ആയിരിക്കില്ല. അപ്പോൾ അവിടെ കുട്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറൊരു ടീം, ഇവർ വേറൊരു ടീം, അവരെ അങ്ങനെ. പക്ഷേ ഇവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ഒരാളാവാൻ ചിലപ്പോഴൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അനൂപാണോ പരീക്ഷ എന്ന് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾ അതിൻ്റെ ഒരു പാർട്ടായി മാറിയിട്ട് ഇതിലാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പം 40 വയസ്സാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇത് റാങ്ക് ലിസ്റ്റൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ വിളിക്കുന്നതിന് പറ്റുന്നില്ലെങ്കിൽ പോലും നമുക്ക് വേറെ പല പോസ്റ്റുകളും, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അങ്ങനത്തെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഇതെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും കോമൺ ക്വസ്റ്റ്യനും പ്രിപ്പറേഷൻ ആൾമോസ്റ്റ് സെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കെല്ലാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമ്മളിത് കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത് പഠിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. സാറൊരു ഗവൺമെൻറ് സെർവൻ്റ് ആയിരുന്നു. ഗവൺമെൻറ് ജോബിൻ്റെ പോസിറ്റീവ്സ്, കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ ഗവൺമെൻറ് സർവീസിൽ കയറുന്നത്, അത്രയും പാടുപെട്ട് പഠിച്ച് PSC ക്രാക്ക് ചെയ്താണല്ലോ കയറുന്നത്. അപ്പം അത് ഒബ്വിയസ്ലി വെർത്താണല്ലോ നമ്മൾ അത്രയും. അപ്പം എന്തൊക്കെയാണ് സാറിന് ഫീൽ ചെയ്ത പോസിറ്റീവ്സ് എന്തൊക്കെയാണ്? എനിക്ക് വാട്ടർ അതോറിറ്റിയിലെ ജോബ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ വാട്ടർ അതോറിറ്റിയിൽ ഞാൻ വന്നതുകൊണ്ടാണ് എനിക്ക് അവിടുന്ന് ഈ പറഞ്ഞ മാതിരി പിന്നെ MTech IIT ഡൽഹിയിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് വാട്ടർ അതോറിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പം വേറെ ഏതെങ്കിലും PWD ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഇല്ല. ഇപ്പം ഇനിയിപ്പോൾ LSTDയിൽ ഇപ്പം തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ എനിക്ക് ലീവ് എടുത്ത് ഗവൺമെൻറ് സർവീസ് ആയതുകൊണ്ടാണ് എനിക്ക് ലീവ് എടുത്ത് ഖത്തറിൽ പോകാൻ പറ്റിയത്. കാരണം നമ്മൾ അവിടെ ഒരു 3 വർഷം പോകുമ്പോഴത്തേക്ക്, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മേഖലയിലെ എഞ്ചിനീയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ജോബ് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല. അതൊരു അഡ്വാൻറ്റേജ്. പിന്നെ എന്ത് തന്നെ പറഞ്ഞാലും വാട്ടർ അതോറിറ്റിയിൽ ചെറിയ പ്രഷറൊക്കെ കൂടുതലുണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറാണ്, എനിക്കൊരു 80,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. ഓരോ മാസവും എനിക്ക് 1-ാം തീയതി 2-ാം തീയതി 1-ാം തീയതി തന്നെ കിട്ടും. 1-ാം തീയതി എനിക്ക് 80,000 രൂപ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ പഴമക്കാർ പറയുന്ന മാതിരി ഗവൺമെൻറ് ജോബിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണം എനിക്ക് ശരിക്കും അനുഭവിച്ചിട്ട് പിന്നെ അതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പം വലിയ മാറ്റങ്ങൾ, ഇപ്പം നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ US ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ പറ്റി ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്ലാസ് എടുക്കാനുള്ള നോളജ് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളിവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, അതായത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഈ ലെസൺസ്, ഈ ക്ലാസ്, ഈ നോളജ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വളരെ ചെറിയ കോസ്റ്റിന്. അപ്പോൾ നിങ്ങളിത് പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിങ് പിന്നെ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ പിന്നെ ഗൾഫിലോ അവിടെയുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബെർണോളിസ് തിയറി ആയാലും പിന്നെ ഈ മറ്റേ ഡാസിസ് ഫോമിൽ ആയിക്കഴിഞ്ഞാൽ വേൾഡിൽ എവിടെ പോയി കഴിഞ്ഞാലും മാറുന്നില്ല. പക്ഷേ നിങ്ങൾ ലാംഗ്വേജോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ലോ ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കൺട്രിക്ക് അനുസരിച്ചിട്ട് ലോ മാറ്റി പഠിക്കേണ്ടി വരും. അതേമാതിരി നിങ്ങൾ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇന്ത്യ മാത്രമല്ല
ത്രൂ ഔട്ട് വേൾഡിൽ പഠിക്കാം. പിന്നെ വേറൊരു ഇതിനെ പറ്റിയിട്ട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഒരു നല്ലൊരു ഏരിയ ആണെന്നുണ്ടെങ്കിലും പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ലോക്കൽ പൊളിറ്റിക്സും ലോക്കൽ കാര്യങ്ങളും അറിഞ്ഞ് നന്നായിട്ട് ഇത് ചെയ്യുന്ന ഉള്ള ഒരാൾക്ക് മാത്രമേ അത്രയധികം ശോഭിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഒരു സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഡിസൈനറോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ പ്ലാന്റ് ഡിസൈനറോ ആണെന്നുണ്ടെങ്കിൽ വേൾഡിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ റോ വാട്ടറിൻ്റെ ക്വാളിറ്റി നോക്കുന്നു, അതിന് എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ പ്രോസസ്സ് ഇത് ചെയ്യാൻ നമ്മൾ ഒരു ബേസ് പോയിന്റ് സെറ്റ് ചെയ്തിട്ട് ആ ബേസ് പോയിന്റിൽ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രോസസ്സ് ഇവിടെ വേണം നോക്കുന്നു. അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ തിയറി ഏത് ചെയ്യുന്നു, നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, നമ്മൾ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു, നമ്മൾ മാനേജ് ചെയ്യുന്നു. ഓക്കെ സാർ, അത് സാറിൻ്റെ ഒരുപാട് ഇനിയും ഒത്തിരി നോളജ് ഉണ്ട്. നമുക്ക് ഇനിയും ഒരു 1-2 വീഡിയോ ചെയ്യാനുള്ള ഒരുപാട് നോളജ് ഇനിയും നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. എന്തായാലും നമ്മുടെ സമയപരിമിതി മൂലം നമ്മൾ തൽക്കാലം ഇത്രയും ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സാറിനെ പോലെ ഒരു വലിയൊരു റിസോഴ്സ് പേഴ്സണെ നമുക്ക് ഇങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. സാറിന് ഒരു ഫൈനൽ എൻഡിങ് നോട്ടായിട്ട് എന്താണ് പറയാനുള്ളത് സ്റ്റുഡൻസിനോട്? എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. കാരണം പലപ്പോഴും നമ്മൾ എൻജിനീയേഴ്സ് എല്ലാം പിന്നെ അനൂപ് പറഞ്ഞ മാതിരി ഡിസ്ട്രാക്റ്റഡ് ആയി അവർ പലതരത്തിലുള്ള നോൺ എൻജിനീയറിങ് ജോബിനൊക്കെ പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കോറ് മാറുന്നത്, ഇനി നിങ്ങൾക്ക് അത്രയധികം ഫാമിലി ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ മാറുന്നതിൽ തെറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ എൻജിനീയറിംഗ് പ്രൊഫഷനിൽ നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഇതിൽ എന്തൊക്കെ മേഖലകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ അമീസ് അക്കാദമി മാതിരിയുള്ള, ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു നല്ലൊരു അക്കാദമിയാണ്. ഇനിയും വേറെ അക്കാദമികൾ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള അക്കാദമികളിൽ പോയിട്ട് നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം. അടുത്ത പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് GIS, നമുക്ക് AI, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് മേഖലകളിൽ നിങ്ങൾ കൂടുതൽ ഇത് കണ്ടെത്തുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നോളജ് നിങ്ങൾക്ക് പിന്നെ കിട്ടുകയാണെങ്കിൽ നോളജ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ പവർ ഇൻ ദിസ് വേൾഡ്. ഇപ്പോൾ AI ആയാലും ഏതായാലും. അപ്പം നോളജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ് നിങ്ങളെ തേടി എത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. So thank you so much sir. I'm so honored and happy to have you. സാറ് ഒരു വലിയ റിസോഴ്സ് പേഴ്സൺ ആണ്, നമ്മുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഭാവിയിൽ വരുന്ന പ്രൊജക്റ്റിലൊക്കെ സാറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നല്ല ക്യാമ്പയിനുകൾ നമുക്ക് ഒരുമിച്ച് റൺ ചെയ്യാം സാർ. കാരണം സാറിന് അത്രത്തോളം ഒരു നോളജ് ഉണ്ട്. ഒരു ചീഫ് എഞ്ചിനീയർ മാത്രമല്ല സാർ, ഒരു അക്കാഡമിഷ്യനും കൂടെയാണ്. ഒരുപാട് കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും സാറ് പറഞ്ഞ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ബോത്ത് തിയറി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നോളജ് സാറിനുണ്ടെന്നുള്ളത്. എന്തായാലും താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് അനൂപ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ.